നാടൻ ഫയൽസിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയാണ്. കുറേ കാലമായി നമ്മളിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. വനാതിർത്തികളിലുള്ള മനുഷ്യരുടെ ജീവനും ജീവിതവും ഇതുമൂലം വളരെ ആശങ്കാഭരിതമാണ്. കൃഷിയിടങ്ങൾ നശിപ്പിച്ചും വീട്ടുമുറ്റത്ത് എത്തുന്ന വന്യമൃഗങ്ങളും മനുഷ്യൻ്റെ ആ പ്രദേശത്തെ സ്വാസ്ഥ്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ അപാകതകളും അപര്യാപ്തകളുമാണ് ഈ സംഘർഷത്തിൻ്റെ ഒരു കാരണം. വന്യമൃഗങ്ങളെ തടയിടാനുള്ള ശക്തമായ നിയമത്തിൻ്റെ അഭാവം നമുക്കുണ്ട്. ഒരുപാട് ശാസ്ത്രീയ മാർഗങ്ങളും നമുക്കുണ്ട്. ഇന്നലെ കരുവാരക്കുണ്ടിൽ നരഭോജി കടുവയെ കൂട്ടിലടച്ചത് ആശ്വാസകരം തന്നെയാണ്. 53 ദിവസം മുമ്പാണ് ആ കൂട് വനംവകുപ്പ് സ്ഥാപിച്ചത്. അന്നു മുതൽ ഇന്നുവരെ കൂട്ടിൽ അകപ്പെടുന്ന ദിവസം വരെ ആ പ്രദേശവാസികൾ ഭയചകിതരായിരുന്നു. അത് ആർക്ക് നികത്താനാവും? വന്യമൃഗങ്ങളുടെ ആക്രമണം പുതിയതൊന്നുമല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അക്രമങ്ങൾ, അറ്റാക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കൃഷിഭൂമികൾ പാടെ നശിപ്പിച്ച് ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാക്കുകയാണ് ഈ കാട്ടുമൃഗങ്ങൾ. ആനയും കടുവയും പുലിയും എല്ലാം തന്നെ ഇറങ്ങി മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്താൻ, ഉറക്കം കെടുത്താൻ എത്രമാത്രം മതി എന്നത് നാം കാണേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിയമം തന്നെ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അധികാരികൾക്ക് മനുഷ്യസ്നേഹത്തേക്കാൾ കൂടുതൽ മൃഗസ്നേഹമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പിടിച്ച കടുവയെ കാട്ടിൽ വിടാൻ തന്നെയുള്ള ശ്രമമായിരുന്നു വനംവകുപ്പിൻ്റേത് എന്നാണ് അറിയുന്നത്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം മൂലം മാത്രമാണ് അതിനെ തൃശ്ശൂർ കാഴ്ചബംഗ്ലാവിലേക്ക്, മൃഗശാലയിലേക്ക് കൊണ്ടുപോയത്. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ പ്രതിഷേധം ഇല്ലായിരുന്നുവെങ്കിൽ അതിനെ കാട്ടിൽ തന്നെ തിരിച്ചുവിടുമായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതൊരു പക്ഷേ ശരിയായിരിക്കാം. അധികാരികളുടെ വനംവകുപ്പിൻ്റെ സമീപനം തികച്ചും ശാസ്ത്രീയമല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ക്യാമറകൾ മാത്രം സ്ഥാപിച്ചത് കൊണ്ടോ ഒരു കൂടുകൾ സ്ഥാപിച്ചത് കൊണ്ടോ മാത്രം മൃഗങ്ങളുടെ ശല്യം തടുക്കാൻ ആവില്ല തന്നെ. ഇതിന് ശക്തമായ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഒരു മൃഗം, ഒരു കാട്ടുജന്തു നാട്ടിൽ ഇറങ്ങിയതിനു ശേഷം കൂട് സ്ഥാപിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അത് ശരിയാണ് താനും. ഏതെങ്കിലും ഒരു പുലി ഇറങ്ങിയതിനു ശേഷം കൂട് സ്ഥാപിച്ചിട്ട് എന്തു കാര്യം? അതല്ല, പുലി ഇറങ്ങാതിരിക്കാനുള്ള, ആന ഇറങ്ങാതിരിക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനമാണ് വേണ്ടത് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് ശരിക്കും അവരുടെ അവകാശം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ സമരവീതിയിൽ, സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു പ്രചരണ വിഷയമായി ഉയർന്നിരുന്നു. അത് ജനങ്ങളുടെ ആവശ്യം തന്നെയായിരുന്നു. എന്തു തന്നെയായാലും വന്യമൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് അനിവാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഭാഗത്ത് കാട്ടുമൃഗങ്ങളാണെങ്കിൽ മറുഭാഗത്ത് തെരുവ് നായ്ക്കളുടെ ശല്യവും വളരെ കൂടുതലാണ്. ഇതിനൊക്കെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടയിടേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാൻ ഉള്ളത്.